പാലക്കാട് ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ കോൺഗ്രസിനും UDF-നും ആദ്യത്തെ തിരിച്ചടി നൽകി ഒരു കോൺഗ്രസ് BJP ഡീലിനെ കുറിച്ച് വെളിപ്പെടുത്തി പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിനായിരുന്നു. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവും പാലക്കാടുകാരനുമായ AK ഷാനിബും ഇതേ കോൺഗ്രസ് BJP ഡീൽ ആരോപണവുമായി കോൺഗ്രസ് വിട്ട് പുറത്തു വന്നു. അതിന് പിന്നാലെ ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ മഹിളാ കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണകുമാരിയും 2021 തന്നെ കോൺഗ്രസും BJP-യും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും പരസ്പര ധാരണയോടെ മത്സരിച്ചിരുന്നു എന്ന വിവരം പുറത്തുവിട്ടിരുന്നു. ഇതോടെ വല്ലാതെ പ്രതിരോധത്തിലായ കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ കണ്ടെത്തിയ അവരുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെ വിശേഷിപ്പിച്ച ഒരു നടപടിയായിരുന്നു സന്ദീപ് വാര്യർ എന്ന BJP നേതാവിൻ്റെ കോൺഗ്രസ് പ്രവേശനം. എന്നാൽ സന്ദീപ് വാര്യർ ഇത്രയും കാലം മുസ്ലിങ്ങൾക്കെതിരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും വെറുപ്പും വിദ്വേഷവും മാത്രം വിളമ്പിയിരുന്ന ഒരു BJP നേതാവ് അതിലൊരു പ്രസ്താവന പോലും പിൻവലിക്കാതെ കോൺഗ്രസിലേക്ക് കയറി വന്നതിനെ കോൺഗ്രസ്സുകാർ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. എന്നാൽ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് RSS പ്രവർത്തകർക്ക് വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ് എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ VK സനോജ് പറയുന്നത് സന്ദീപ് വാര്യർ നടത്തുന്നത് ഒരു ഡോഗ് വിസിലാണ് എന്നാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് VK സനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഡോഗ് വിസിൽ എന്നൊരു സംജ്ഞയുണ്ട്. ഇൻ പൊളിറ്റിക്സ് എ ഡോഗ് വിസിൽ ഈസ് ദ യൂസ് ഓഫ് കോഡഡ് ഓർ സജസ്റ്റീവ് ലാംഗ്വേജ് ഇൻ പൊളിറ്റിക്കൽ മെസ്സേജിംഗ് ടു ഗാർണർ സപ്പോർട്ട് ഫ്രം എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് വിതൗട്ട് പ്രൊവോക്കിംഗ് ഓപ്പോസിഷൻ. അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ പറയാതെ തന്നെ ആൾക്കൂട്ടത്തിനായി സന്ദേശം നൽകുന്ന ഒരു രീതി, അതാണ് ഡോഗ് വിസിൽ. സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളും വാക്കുകളും RSS പ്രവർത്തകർക്കുള്ള ഡോഗ് വിസിലിംഗ് ആണ്. തൻ്റെ ശരീരം കോൺഗ്രസിലേക്ക് വന്നെങ്കിലും തൻ്റെ മനസ്സ് എപ്പോഴും RSSന്റെ കൂടെയാണെന്ന് അറിയിക്കുകയാണ് സന്ദീപ് വാര്യർ. തൻ്റെ സ്വത്ത് RSS കാര്യാലയത്തിന് വിട്ടുകൊടുക്കുമെന്ന് പറയുന്നത് മുതൽ തൻ്റെ പഴയ വർഗീയ പ്രസ്താവനകൾ തിരുത്താതെ അതുപോലെ തന്നെ നിർത്തുന്നതും RSSനുള്ള മെസ്സേജാണ്. എന്നാൽ പകരം കോൺഗ്രസ് ചെയ്യുന്നതോ, നാളെ KP ശശികല കോൺഗ്രസിലേക്ക് വന്നാലും ഇന്നലെ വരെ അവർ തുപ്പിയ വിഷങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ വ്യാജമാണെന്ന് ഷാഫി പറമ്പിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാശ്മീർ മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് വംശഹത്യ ആഹ്വാനം നൽകിയ പോസ്റ്റ് വ്യാജമാണെന്നാണ് ഷാഫി പറമ്പിൽ ന്യായീകരിക്കുന്നത്. സന്ദീപിന്റെ വംശീയ വിദ്വേഷ പോസ്റ്റിനെതിരെ കോൺഗ്രസ്സുകാർ ഇട്ട കമന്റുകളും പോസ്റ്റിനെ ആധാരമാക്കി വന്ന മാധ്യമ വാർത്തകളുമൊക്കെ ഇന്നും ലഭ്യമാണ്. സന്ദീപ് വാര്യർ BJP നേതാവായിരിക്കെ ഈ പോസ്റ്റ് ചൂണ്ടിക്കാട്ടി പല കോൺഗ്രസ് നേതാക്കളും സന്ദീപിനെ ടെലിവിഷൻ ചർച്ചകളിൽ വിമർശിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നത് ജനങ്ങളുടെ സാമാന്യബോധത്തെ വെല്ലുവിളിക്കുകയാണ്. ഷാഫിയുടെ RSS ന്യായീകരണത്തിന് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ തന്നെ പോളിംഗ് ബൂത്തിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് VK സനോജ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കോൺഗ്രസിലേക്ക് വന്നു, ഞാനിതാ സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിയിരിക്കുന്നു, വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് സന്ദീപ് വാര്യർ ആകെ പറഞ്ഞ കാര്യം. എന്നിട്ടും അതേ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ തന്നെ താൻ RSSന്റെ കാര്യാലയം പണിയാൻ ഭൂമി വിട്ട് നൽകും എന്നുകൂടി പറയുന്നുണ്ട്. അതായത് വ്യക്തമായൊരു സന്ദേശം RSSനും RSS പ്രവർത്തകർക്കും സന്ദീപ് വാര്യർ നൽകുന്നുണ്ട്. അതായത് താൻ ഇപ്പോൾ RSSനെ തള്ളിപ്പറയില്ല, RSSന്റെ ആശയങ്ങളെ തള്ളിപ്പറയില്ല. ഇത്രയും ദിവസത്തിന് ശേഷവും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി ഇത്രയും ദിവസത്തിന് ശേഷവും RSS എന്ന വർഗീയ സംഘടനയ്ക്കെതിരെ, എന്ന ഭീകര സംഘടനയ്ക്കെതിരെ സന്ദീപ് വാര്യർ എന്ന മുൻ RSSകാരൻ എന്തെങ്കിലും ഒരു വാക്കുരിയാടിയതായി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് കാട്ടിത്തരാനാവും?
അതേസമയം സന്ദീപ് വാര്യർ മുൻപ് കാശ്മീരിലെ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതിനുള്ള തിരിച്ചടി കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ, മതേതര വിശ്വാസികളായ കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നൽകും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. ഇതിനെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെയാണ് മലയാള മനോരമയെ പോലെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. എന്നാൽ അത്ര വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അതെങ്കിൽ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം രാവിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ സമുന്നതനായ നേതാവിനെ കാണാൻ പറഞ്ഞയക്കേണ്ടി വന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സമസ്ത ഭീകര സംഘടനയാണെന്നും താലിബാന് തുല്യമാണെന്നും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ അതേ സന്ദീപ് വാര്യരെ കൊണ്ട് സമസ്തയുടെ അധ്യക്ഷന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഭരണഘടനയുടെ പകർപ്പ് നൽകേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടി സന്ദീപിന്റെ പ്രവേശനത്തോടെ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് കടന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റു കോൺഗ്രസ് നേതാക്കളെ പോലും ഇരുട്ടിലാക്കിക്കൊണ്ട് സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ച വി.ഡി. സതീശൻ ത്രയത്തിന്റെ നീക്കം ശരിക്കും തിരിച്ചടിക്കുകയാണെന്നാണ് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് നിന്നുമുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.